ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ടേസ്റ്റ് ആയിട്ടുള്ള പരിപ്പ് വടയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് അതിനാവശ്യമായിട്ടുള്ളത് കടലപ്പരിപ്പാണ്. അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വേണ്ടി വെക്കാം. നാല് മണിക്കൂർ നേരത്തേക്ക് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതേ ഒരു 4 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കടലപ്പരിപ്പിൽ നിന്ന് നന്നായി കഴുകിയെടുക്കാം. അപ്പോൾ പരിപ്പൊക്കെ ഇവിടെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതിലെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പരിപ്പൊക്കെ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിലെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പരിപ്പിലെ വെള്ളമൊക്കെ നന്നായി പോയിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങ് അരച്ചെടുക്കരുത്. അപ്പോൾ നമുക്ക് ആ ഒരു പരിപ്പുവടൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാനിവിടെ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഉള്ളി നമുക്ക് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളകാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ പച്ചമുളക് കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മല്ലിയിലയും കറിവേപ്പിലയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇലകളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മുളക് പൊടിയാണ്, കായംപൊടി, പെരിഞ്ജീരകം, പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, പിന്നെ ഇഞ്ചി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് ചേർക്കാനുള്ളത് വറ്റൽമുളകും അതുപോലെ ചെറിയ ഉള്ളിയുമാണ്. വറ്റൽമുളക് ഇതുപോലെ ഒന്ന് നന്നായി ചതച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ ഉള്ളിയും കൂടി നന്നായി ഒന്ന് ചതച്ചെടുക്കാം. ഈ ഒരു 2 ഇൻഗ്രീഡിയൻസ് നമ്മൾ പരിപ്പുവടയിൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ ചെറിയ ഉള്ളി ഇവിടെ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇത് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിവിടെ അടുപ്പൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു ചട്ടിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഓരോ പരിപ്പ് വടകളായിട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പുവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എല്ലാ കൂട്ടുകാരൊന്ന് സപ്പോർട്ട് ചെയ്യുക. Thank you all.